എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 102-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. അനു അത്രയും പറഞ്ഞത് വെറുമൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്നാൽ റിയ അത് കണക്കാക്കിയതാകട്ടെ വാശിയുടെ പേരിലുമാണ്. മാത്രവുമല്ല, അവിടെ വന്നപ്പോൾ മുതൽ അവൾക്ക് കിച്ചുവിനോട് ചെറിയൊരു നോട്ടമുണ്ടായിരുന്നു. അവൾക്കറിയാവുന്ന പേര് സിജോ എന്നാണ്. സിജോയും അനുവും തമ്മിൽ മുന്നേ ഒരടുപ്പമുള്ള വിവരം അറിയാതെയാണ് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം പൊട്ടിമുളച്ചത്. എന്നാൽ ഇവർ തമ്മിലുള്ള സ്നേഹബന്ധം അറിഞ്ഞിട്ടും അവൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. എല്ലാവർക്കും സ്വന്തം കാര്യം നേടണമെന്നാണല്ലോ. അതിനല്ലേ ആഗ്രഹമുണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാൻ ആർക്ക് നേരം? അങ്ങനെയുള്ള ഒരു തലമുറയിൽപ്പെട്ടതാണല്ലോ റിയയും. അനുവും റിയയും താമസിക്കുന്നത് ഒരുമിച്ചാണെങ്കിലും ജോലി സ്ഥലത്ത് അവർ തമ്മിൽ കാണാറേയില്ല. അതിന് കാരണം റിയയ്ക്ക് സൈറ്റിലാണ് ജോലി. ചെന്നൈയിൽ നിന്നും കുറേ അകലെ ഒരു കടൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ സൂപ്പർവിഷനാണ് റിയ നടത്തേണ്ടത്. രാവിലെ തന്നെ കിച്ചുവും റിയയും അടങ്ങുന്ന സംഘം ഓഫീസിൽ നിന്നും പുറപ്പെടും. പിന്നെ മുഴുവൻ സമയവും അവർ ഒരുമിച്ച് ഒരു സൈറ്റിൽ തന്നെയാണ്. തങ്ങളിൽ ഇടപഴകാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ടായതുകൊണ്ട് അവൾ അവനോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലാവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ ആരും നോക്കിപ്പോകുന്ന തരം വേഷമാണ് റിയയുടേത്. ഉള്ള കൊഴുപ്പ് മുഴുവനായും എടുത്തു കാണിക്കുന്ന തരം വേഷമിട്ടാൽ പോലും അവനൊന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. ഇവനെന്താ വല്ല സന്യാസിയുമാണോ എന്ന് പോലും റിയയ്ക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാളിൻ്റെ കൂടെയുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്നും അവൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും അവനെ മാറ്റിയെടുത്ത് തൻ്റെ വരുതിക്ക് കൊണ്ടുവരാം എന്ന പ്രതീക്ഷയിലായിരുന്നു അവൾ. ആ പ്രതീക്ഷ വെച്ചാണ് റിയ അവനിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രതീക്ഷയാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ചാലകശക്തി. ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. സൈറ്റിലെ പണി ഏകദേശം തീരാറായി. അടുത്ത സൈറ്റിൽ തങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തീർച്ചയുമില്ല. വേറെയും ധാരാളം സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. ചിലപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ആരുടെയെങ്കിലും കൂടെയായിരിക്കും. ജോലി സംബന്ധമായി കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ വന്നാൽ താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കില്ല. അതുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നതിന് മുൻപ് തന്നെ എങ്ങനെയും അവനെ കറക്കി വീഴ്ത്താനുള്ള വഴി നോക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? അതായിരുന്നു ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ റിയയുടെ ആലോചന. എത്ര ആലോചിച്ചിട്ടും നേരായ വഴികളൊന്നും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. ഒരു ദിവസം റിയ നോക്കുമ്പോൾ കിച്ചു തൻ്റെ നേരെ വരുന്നുണ്ട്. എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ്. അപ്പോൾ റിയയ്ക്ക് തോന്നിയ ഒരു ബുദ്ധിയാണത്. എങ്ങനെയെങ്കിലും താൻ മനസ്സറിയാതെ എന്നതുപോലെ അവൻ്റെ ശരീരത്തിലേക്ക് വീഴുക. എന്തിലെങ്കിലും തട്ടി വീഴാമല്ലോ. അപ്പോൾ അവൻ തന്നെ കെട്ടിപ്പിടിക്കാതിരിക്കില്ല. അപ്പോൾ അവൻ്റെ ചെവിയിൽ അവനോടുള്ള ഇഷ്ടം വെളിപ്പെടുത്തുക. മറുപടി കിട്ടുന്നത് എന്തുമാകട്ടെ, പറയാനുള്ളത് തനിക്ക് പറയുകയെങ്കിലും ചെയ്യാമല്ലോ. റിയ മെല്ലെ മുന്നോട്ട് നടന്നു. അവൻ്റെ ശരീരത്തോട് ചേർന്ന് അമരുന്ന കാര്യം ഓർത്തപ്പോൾ തന്നെ തൻ്റെ കുജകുംഭങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്ത തരിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. ഇതുവരെ ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങനെ? ഇതൊക്കെ ഓരോന്നിൻ്റെയും ആരംഭമായിരിക്കും. അല്ലാതെ അതിനെപ്പറ്റി കൂടുതലൊന്നും തനിക്കറിയില്ല. എന്തായാലും അവൻ സ്നേഹപൂർവ്വം തന്നെ കെട്ടിപ്പിടിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ തനിക്ക് അവൻ്റെ ചെവിയിൽ തൻ്റെ ആഗ്രഹം പറയാൻ കഴിയുമായിരുന്നു. കിച്ചു നടന്ന് റിയയുടെ അടുത്തേക്കെത്തി. മുറിച്ചിട്ട് ഒരു കമ്പിയിൽ തട്ടിയാൽ എന്നതുപോലെ തെറിച്ചു ചെന്ന് റിയ കിച്ചുവിൻ്റെ ശരീരത്തേക്ക് വീണു. മൃദുല ഭാഗങ്ങൾ മുഴുവനായും അവൻ്റെ ശരീരത്തിൽ അമർന്നു. അവൻ പിന്നിലേക്ക് മറിഞ്ഞു വീഴും എന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. എന്നാൽ അത് തെറ്റിപ്പോയി. അവൾ പ്രതീക്ഷിച്ചതിലും കരുത്തനും
പെട്ടെന്ന് സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിവുള്ളവനുമാണ് കിച്ചു. അതുകൊണ്ട് തന്നെ പിന്നിലേക്ക് കാൽ ചവിട്ടി ഒന്ന് വേച്ചതിന് ശേഷം പാദം ഉറപ്പിച്ചു നിന്ന് അവൻ അവളെ താങ്ങിപ്പിടിച്ച് നേരെ നിർത്തി. എന്താണ് റിയ നീ ഇങ്ങനെ? ഇത് സൈറ്റല്ലേ? ഇവിടെ പല സാധനങ്ങളും തറയിൽ ചിതറിക്കിടക്കുന്നുണ്ടാകില്ലേ? നല്ലതുപോലെ സൂക്ഷിച്ചു വേണ്ടേ നടക്കാൻ? ഇപ്പോൾ ഞാൻ താങ്ങാനില്ലായിരുന്നെങ്കിലോ? ചിലപ്പോൾ തൻ്റെ തല പോയി വല്ല കല്ലിലും ഇടിച്ച് മാരകമായി പരിക്കു പറ്റുമായിരുന്നു. അന്നേരം എന്നാ ചെയ്യുമായിരുന്നു? ദൈവസഹായം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇനിയെങ്കിലും സൂക്ഷിച്ചു നടക്കണം കേട്ടല്ലോ. ഇപ്പോൾ പറ്റിയില്ല എന്നതുകൊണ്ട് എല്ലായ്പ്പോഴും അപകടം പറ്റാതിരിക്കണമെന്നില്ലല്ലോ. താൻ അതിന് സൂക്ഷിച്ചു നടക്കാഞ്ഞിട്ടല്ലല്ലോ, നല്ലോണം സൂക്ഷിച്ചു നോക്കി തന്നെയാണ് നടന്നത്. താൻ എന്തു വിചാരിച്ചോ അത് കൃത്യമായി നടന്നിട്ടുണ്ട്. വീഴണം എന്ന് വിചാരിച്ച സ്ഥലത്ത് തന്നെ വീഴുകയും ചെയ്തു. തന്നെ താങ്ങണമെന്ന് വിചാരിച്ച അതേ ആൾ തന്നെ താങ്ങുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു പ്രതികരണം പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാനും കഴിഞ്ഞില്ല. അവിടെ മാത്രമേ തൻ്റെ കണക്കുകൂട്ടൽ പിഴച്ചുള്ളൂ. ഇപ്പോൾ പിഴച്ചാലും മറ്റൊരിക്കൽ പറയാം. കരുതിയതിലും കരുത്തനാണവൻ. ഞാൻ സൂക്ഷിച്ചു തന്നെയാണ് നടന്നു വന്നത്. കമ്പി കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം. അതിപ്പോൾ എൻ്റെ കുറ്റമാണോ? താനിങ്ങനെ ഭൂമിയിൽ നോക്കി വരുന്നത് കണ്ടതുകൊണ്ട് ഒരു നിമിഷം തൻ്റെ നേരെ ഒന്ന് നോക്കിയതാണ് ഇപ്പോൾ എനിക്ക് വിനയായത്. കണ്ടില്ലേ സ്വഭാവത്തിൻ്റെ ഗുണം? എവിടെയോ നോക്കി നടന്ന് എന്തോ ആലോചിച്ച് നടന്ന് കമ്പിയിൽ തട്ടി തറയിൽ വീഴാൻ തുടങ്ങിയതിന് കുറ്റം വച്ചിരിക്കുന്നത് തന്നെയാണ്. താൻ മുമ്പിലൂടെ നടന്നു വന്നില്ലായിരുന്നെങ്കിൽ അവൾ വീഴാതെ പോകുമായിരുന്നു എന്നാണ് അതിൻ്റെ ധ്വനി. ആവട്ടെ, ഭാരം ചുമക്കാൻ ഞങ്ങളുണ്ടല്ലോ. എനിക്കിവിടെ വർത്തമാനം പറഞ്ഞു നിന്നാൽ പോരാ. കോൺക്രീറ്റ് മിക്സിംഗ് നടക്കുന്നിടത്തേക്ക് അത്യാവശ്യമായി ചെല്ലാൻ പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് ഞാൻ ചെല്ലാതെ അവർ മിക്സിംഗ് തുടങ്ങില്ല പോലും. അതുകൊണ്ട് നിൽക്കുന്നില്ല. ഞാൻ പോകുന്നു. പിന്നെ നമുക്ക് കാണാം. നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എൻ്റെ കൈമുട്ടെങ്ങാനും എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ ചിലപ്പോൾ വേദനിക്കും. അവിടെ ഒന്ന് തിരുമ്മി കൊടുക്കണം. കൈമുട്ട് കൊണ്ട ഭാഗത്ത് ഒന്ന് തിരുമ്മി തന്നിട്ട് പോകാമായിരുന്നല്ലോ. എന്നിട്ടൊരു ഉപദേശം, തിരുമ്മിയേക്കണമെന്ന്. ആർക്ക് വേണമെന്നറിഞ്ഞില്ല ഇങ്ങനെ ഒരു ഉപദേശം. തിരിഞ്ഞ് അവന് നേരെ കോക്രി കാണിച്ചിട്ട് പോകാനാണ് തോന്നിയത്. വേറെ ആരെങ്കിലും കണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ആ ചിന്ത വേണ്ടെന്ന് വെച്ചു. ഒരു പരിശ്രമം പരാജയപ്പെട്ടതുകൊണ്ടൊന്നും താൻ പിൻവാങ്ങില്ല. പിന്നെയും പിന്നെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, വിജയിക്കുന്നതുവരെ. അനു ഓഫീസിലായിരുന്നല്ലോ. ജോലിക്കിടയിൽ ഒഴിവു സമയത്ത് ഓഫീസിൽ നിന്ന് ലഭിച്ച മലയാള പത്രം വായിക്കുമ്പോഴാണ് അനു കണ്ടത് കേരള PWDയിലേക്ക് സിവിൽ എഞ്ചിനീയർമാരെ എടുക്കുന്നു എന്ന വിവരം. PSC ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നല്ല ശമ്പള സ്കെയിലിലാണ് നിയമനം. പൊതുവെ അംഗീകാരമുള്ള പോസ്റ്റുമാണ്. നല്ല മത്സരമുണ്ടാകും. ശരിക്കും തയ്യാറെടുത്ത് എഴുതിയാൽ മാത്രമേ എന്തെങ്കിലും രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ എഴുതിയെന്ന് വരുത്താം. ഭാഗ്യം കൂടിയുണ്ടെങ്കിൽ കിട്ടിക്കൂടായികയില്ല. കിട്ടിയാൽ വളരെ നല്ല പോസ്റ്റാണ്. എന്തായാലും വൈകുന്നേരം കിച്ചുവിനെ കണ്ട് അവനോടും കൂടി വിവരം പറയണം. പത്രത്തിൻ്റെ ഒരു കട്ടിങ് സഹപ്രവർത്തകയെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് പ്രിൻ്റ് എടുത്തു. അതുമായിട്ടാണ് വൈകിട്ട് കിച്ചു വരാൻ വേണ്ടി അനു കാത്തുനിന്നത്. അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും കിച്ചുവും റിയയുമൊക്കെ സ്ഥലത്തെത്തി. കുറേ ദിവസത്തെ വെയിൽ കൊണ്ടതിൻ്റെ അറിയാനുണ്ട്. കിച്ചുവിൻ്റെ നിറമാകെ മങ്ങിയിരിക്കുകയാണ്. സുന്ദരക്കുട്ടനായിരുന്ന അവൻ ഇപ്പോൾ ആകെ മങ്ങി കരിമ്പനടിച്ചതുപോലെയുണ്ട്. വെയിൽ കൊണ്ട് നീ ആകെ വാടിപ്പോയല്ലോടാ. ഇനി നാട്ടിൽ ചെന്നാൽ നിന്നെ തിരിച്ചറിയുമോ എന്നുപോലും സംശയമുണ്ട് കേട്ടോ. നിനക്കേതായാലും എന്നെ മനസ്സിലായല്ലോ. അപ്പോൾ എന്നെ അടുത്തറിയാവുന്നവർക്ക് തീർച്ചയായും മനസ്സിലാകും. പിന്നെ അല്ലാത്തവർ മനസ്സിലാക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നെറ്റിയിൽ ഞാൻ എൻ്റെ പേര് എഴുതി ഒട്ടിച്ചു കൊണ്ടുപോകാം. എന്നാ പറഞ്ഞാലും ഇപ്പോൾ ഒരു രക്ഷയുമില്ല. അവിടുത്തെ പണി തീരുവോളം വെയിൽ കൊണ്ടേ പറ്റൂ. നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ അവിടെ. അവൾക്ക് കിച്ചുവിൻ്റെ നിറം പോയതിൽ മാത്രമേ വിഷമമുള്ളൂ. കൂടെ
അടുത്ത മുറിയിൽ താമസിക്കുന്നതാണ് താൻ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്നിട്ടും തൻ്റെ കാര്യം അവൾ അന്വേഷിക്കുന്നു പോലുമില്ല. അന്വേഷിച്ചില്ലെങ്കിലും അങ്ങോട്ട് ചോദിച്ചിട്ടാണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ മാത്രമൊന്നുമല്ല വെയിൽ കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മാത്രമായിരിക്കില്ല നിറം മങ്ങിയതും ക്ഷീണിച്ചതും. പിന്നെ അടുപ്പം കൂടുതലുള്ളവർ കൂടുതൽ ക്ഷീണിച്ചു എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അതായിരിക്കും മിക്കവാറും കാരണം. റിയയും ക്ഷീണിച്ച വിവരം അനു ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അവളോട് പിന്നെയും ചോദിക്കാമല്ലോ. കാരണം തങ്ങൾ ഒരുമിച്ചാണല്ലോ കോൺവെൻറ്റിലേക്ക് പോകുന്നത്. ആ വഴിക്കും അവിടെ ചെന്ന് കഴിഞ്ഞും ഇഷ്ടംപോലെ സംസാരിക്കാൻ സമയമുണ്ട്. കാര്യങ്ങളെല്ലാം പറയാവുന്നതല്ലേ ഉള്ളൂ. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ലല്ലോ. അവളോട് ചോദിക്കാതെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നാണ് അവൾ വിചാരിക്കുന്നത്. എന്തായാലും അത് പറഞ്ഞ് തർക്കിച്ചു നിന്നാൽ അവൻ അങ്ങ് പോവുകയും ചെയ്യും. തൻ്റെ കയ്യിലുള്ള പേപ്പർ കട്ടിങ്ങിൻ്റെ കാര്യം പറയാൻ കഴിയുകയുമില്ല. അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ട്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സിവിൽ എഞ്ചിനീയർമാരുടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. PWDയിലാണ് ഒഴിവുകളുള്ളത്. കിട്ടിയാൽ നല്ല പോസ്റ്റാണ്. നമുക്ക് അപേക്ഷിക്കാം. നീയും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഈവനിംഗ് ബാച്ചിൽ പോയി ചേരാം. എന്നിട്ട് PSC പരീക്ഷയ്ക്ക് കോച്ചിങ് നടത്താം. ശമ്പളം കിട്ടുന്നതിൽ നിന്നും ഫീസ് കൊടുക്കാം. എന്തിനും നീ കൂടി വേണം. ഇല്ലെങ്കിൽ എനിക്ക് മടിയാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഒന്നാമത്തെ മെച്ചം നാട്ടിലേക്ക് എത്താം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു ജോലിയാണ്. നല്ല ശമ്പളവും ഉണ്ടാകും. തീർച്ചയായും അതിനുവേണ്ടി അപേക്ഷിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അവൻ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും റിയ ചാടി പറഞ്ഞു, ഞാൻ എന്തായാലും അപേക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ കോച്ചിങ്ങിന് പോകുന്നുമുണ്ട്. കോച്ചിങ്ങിന് പോകാൻ നേരത്തെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഡാഡിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ചേരേണ്ട കുറവേ ഉള്ളൂ. വലിയ ഫീസൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വളരെ കുറഞ്ഞ ഒരു ഭാഗം കൊടുത്താൽ മതി. എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. ഏതായാലും നിങ്ങൾ രണ്ടുപേരും അപേക്ഷിക്കുന്ന സ്ഥിതിക്ക് ഞാനും ഉണ്ട് കൂടെ. നമുക്ക് 3 പേർക്കും കോച്ചിങ്ങിന് പോയി ഒരുമിച്ച് വരികയും ചെയ്യാമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിക്കാം. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തു. നമുക്ക് പൂരിപ്പിച്ചയച്ചേക്കാം. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്ന് താല്പര്യമുള്ളയാളായിരുന്നു റിയ. അതുകൊണ്ട് കാര്യം എന്തു തന്നെ ആയാലും തിരക്ക് അല്പം കൂടും. അവളുടെ കൂടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 3 പേരും പിറ്റേ ദിവസം തന്നെ അപേക്ഷ പൂരിപ്പിച്ച് അയച്ചത്. ഏതെങ്കിലും കാരണവശാൽ ഉടനെയെങ്ങാനും ടെസ്റ്റ് നടക്കുകയും നിയമനം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. അതിനെപ്പറ്റി അപ്പോൾ അവർ ചിന്തിച്ചിട്ടേയില്ല എന്ന് തോന്നുന്നു. കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. ഓരോ ദിവസവും മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. ഓക്കേ.